വിശുദ്ധ മത്തായി സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വചനങ്ങൾ വചനം മനസ്സിലാക്കുന്ന 5 കാര്യങ്ങൾ. ഒന്നാമത്തെ വചനം 1-ൽ ഈശോ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകുന്നതാണ്. വചനം മനസ്സിലാക്കി തരുന്നു, ദൈവം തിരഞ്ഞെടുക്കുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷകളിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഭക്ഷിക്കുന്നു. അതിനുള്ള കൃപകളും അധികാരവും ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ശിഷ്യന്മാർക്ക് ഈശോ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ വചനം 2 മുതൽ 5 വരെ പഠിപ്പിക്കുന്നത് ഈശോ തിരഞ്ഞെടുത്ത അയച്ച അപ്പോസ്തലന്മാരുടെ പേരുകളും അതുപോലെ അവരോട് വിജാതിയുടെ സമരക്കാരൻ പട്ടണത്തിൽ പ്രവേശിക്കാതെ ഇസ്രായേൽ വംശത്തിൽ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കിലേക്ക് പോകുവാനായിട്ട് ഈശോ അവരെ അയക്കുകയാണ്. ഇവിടെ വചനം മനസ്സിലാക്കി തരുന്നു, സുവിശേഷം പ്രഘോഷിക്കാൻ ആരംഭിക്കേണ്ടത് ദൈവം തിരഞ്ഞെടുക്കുകയും നമ്മുടെ ദൈവത്തെ വിശ്വസിക്കാൻ ദൈവം അവസരം നൽകുകയും എന്നാൽ അതിനുശേഷം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തവരെ അടുത്തുനിന്നാണ്. അതിനുശേഷം മറ്റുള്ളവരിലേക്കും എന്ന് റോമപുസ്തകം 1:16 വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. മൂന്നാമതായിട്ട് വചനം 7 സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് പ്രസംഗിക്കാൻ പറഞ്ഞാണ് ഈശോ അവരെ അയക്കുന്നത്. അതായത് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ ആഗമനം പ്രഖ്യാപിക്കുകയും അതിനായിട്ട് നാം മാനസാന്തരപ്പെടണം, നമ്മെ ഒരുക്കണമെന്ന് ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. നാലാമതായിട്ട് വചനം 8 രോഗികളെ സുഖപ്പെടുത്താനും മരിച്ചവരെ ഉയർപ്പിക്കാനും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും ചെയ്യുവിൻ, ദാനമായി കിട്ടി ദാനമായി കൊടുക്കുവിൻ എന്ന് ഈശോ അവരോട് പറയുന്നു. അതായത് ദൈവം തൻ്റെ ശുശ്രൂഷകളിലൂടെ വർഷിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് പ്രതിഫലം സ്വീകരിക്കരുത് എന്ന് ഈശോ ആഗ്രഹിക്കുന്നെന്ന് ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. എന്നാൽ അവർ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് ജീവിതാവശ്യത്തിലുള്ള വേതനം സ്വീകരിക്കാം, വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് എന്ന് ഈശോ വചനം 10 പഠിപ്പിക്കുന്നു. ജീവിതാവശ്യങ്ങൾക്കായി അവരുടെ യാത്രയിൽ നിക്ഷേപങ്ങളുടെ ആവശ്യമില്ല. അരപ്പട്ടയിൽ സ്വർണ്ണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്, യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് എന്നും ഈശോ അവരോട് ചെയ്യുന്നു. ഏതൊരു വേലയ്ക്കും കൂലിയുണ്ട്. അപ്പോൾ സുവിശേഷ വേല ചെയ്യുന്നവർ അവരുടെ ജീവിതാവശ്യത്തിനുള്ള പണം സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അഞ്ചാമതായിട്ട് വചനം 11 മുതൽ ഈശോ അവരോട് ചെയ്യുകയാണ്, നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടെ വിടുന്നവരെ അവനോട് കൂടെ താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ, അർഹതയില്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതിരിക്കുകയോ ഇരുന്നാൽ ആ ഭവനം അഥവാ ആ പട്ടണം വിട്ടു പോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളവിൻ. വിധി ആ പട്ടണത്തേക്കാൾ സോദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ഉണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് വചനം മനസ്സിലാക്കി തരികയാണ്, യോഗ്യതയുള്ളവൻ്റെ കൂടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ വചനം സ്വീകരിക്കുകയും ആർത്തിമര്യാദ ഉള്ളവനുമായ ഒരുവൻ്റെ കൂടെ താമസിക്കുക. അതുപോലെ ദൈവശുശ്രൂഷകൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് പട്ടണത്തിലേക്ക് വരുമ്പോൾ നാം അവരെ സ്വീകരിക്കണം, അവർക്ക് ആർത്തിമര്യാദ നൽകണം എന്ന് ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അവർ നമ്മുടെ ഭവനങ്ങൾക്ക് നൽകുന്ന സമാധാനങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് വിലയുണ്ട്. അതുപോലെ വചനം മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്, ദൈവിക അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ദൈവശുശ്രൂഷയെ സ്വീകരിക്കുകയും അവർക്ക് ആർത്തിമര്യാദ നൽകുകയും ചെയ്യുകയാണ് എന്ന് ഈ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നാം അവരെ സ്വീകരിക്കാതിരുന്നാൽ അവരുടെ വചനം ശ്രവിക്കാതിരുന്നാൽ ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടമായേക്കാം. ദൈവശുശ്രൂഷയെ വേദനിപ്പിച്ചു വിട്ടാൽ ദൈവം നമ്മോട് പ്രതികാരം ചോദിച്ചേക്കാം എന്ന് ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. വിധി ദിവസത്തിൽ സോദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ സോദോം ഗൊമോറ ദേശങ്ങൾ അവരുടെ അകത്തിങ്ങ് മൂലം ദൈവം ആകാശത്ത് നിന്ന് അഗ്നിയും ഗന്ധവും ഭക്ഷിച്ച് നശിപ്പിച്ച സ്ഥലമാണ്. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 21 വചനത്തിൽ വിശദീകരിക്കുന്നു. ദൈവവചനത്തെയും ദൈവശുശ്രൂഷകരെയും സ്വീകരിക്കാത്തവരുടെ അവസ്ഥ അതിനേക്കാളും വേദനാജനകമായി തീരാം വിധി ദിവസത്തിലെന്ന് ഈശോ ഈ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ദൈവശുശ്രൂഷകരെ സ്വീകരിക്കാനും ആർത്തിമര്യാദ നൽകുവാനും അവരിലൂടെ ദൈവാനുഗ്രഹം സ്വീകരിക്കാനും ദൈവത്തിൻ്റെ ഭരണം ആഗമിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടുവാനും ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി മാറി ദൈവവചനം പ്രസംഗിക്കുകയും അനുസരിക്കുന്നവരുമായി മാറാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സുവിശേഷ പഠനം ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റുള്ളവർക്കും അത് പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.